വീണ്ടും ബജറ്റാണ് വിഷയം. ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയാണ് വിഷയം. ബജറ്റിനെ തുടർന്നുള്ള മറുപടി പ്രസംഗത്തിലൊക്കെ കേരളത്തിലെ മുതിർന്ന BJP നേതാക്കൾ നടത്തിയ പരാമർശങ്ങളും നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. കേരളത്തോടുള്ള അവഗണന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആവശ്യപ്പെട്ട നമ്മുടെ അവകാശത്തിനനുസരിച്ചുള്ള തുക പോലും നമുക്ക് കിട്ടിയിട്ടില്ല. മാത്രമല്ല നമ്മുടെ പേര് പോലും പരാമർശിക്കപ്പെട്ടിട്ടില്ല എവിടെയും. ഇത് തമിഴ്നാടും കർണാടകയും തെലങ്കാന അടക്കമുള്ള സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരൊക്കെ ഈ ബജറ്റിൽ തങ്ങളെ അവഗണിച്ചിട്ടുണ്ട് എന്നുള്ള മറുപടി നൽകുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇതൊരു പൊളിറ്റിക്കൽ ഒരു അപ്രോച്ച് ആയിരിക്കുമോ? ആവാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഈ ബജറ്റിലെ കേരളത്തോടുള്ള അവഗണന എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ടാണല്ലോ 2 ബജറ്റ് ഇല്ലാത്തത്. മുൻകാലത്ത് റെയിൽവേ ബജറ്റും പൊതു ബജറ്റുമായിട്ട് 2 ബജറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ കാലത്തൊരു ചരിത്രം എടുത്ത് നമ്മൾ പഴയ പത്രങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കൊല്ലത്ത് 2 തവണ കേരളത്തോട് അവഗണന എന്ന് നമ്മൾ ഹെഡ്ലൈൻ കാണാൻ പറ്റും. ഒന്ന് റെയിൽവേ ബജറ്റ് അവതരിപ്പിക്കും, ഒന്ന് പൊതു ബജറ്റ് അവതരിപ്പിക്കും. ഇത് പതിവായിട്ടുള്ളൊരു പരിപാടിയായിട്ട് നമുക്ക് മുൻകാലത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. കേരളത്തോട് അവഗണന, കേരളത്തെ പരിഗണിച്ചില്ല എന്നുള്ള പരാതി വ്യാപകമായിട്ട് മുൻകാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിലൊരു പരിധിവരെ സത്യവും ഉണ്ട്. ഒന്ന്, കേരളം വളരെ ചെറിയൊരു സംസ്ഥാനമാണ്. ലോക്സഭയിലേക്ക് വളരെ കുറച്ച് അംഗങ്ങളെ മാത്രം അയക്കുന്ന സംസ്ഥാനമാണ്. ജനസംഖ്യ നോക്കുമ്പോൾ കുറവാണ്, ഭൂപരിധി നോക്കുമ്പോൾ ചെറുതാണ്. അപ്പോൾ ഇത്രയും മതി എന്നുള്ളൊരു തോന്നലൊരു പക്ഷേ ഉണ്ടാവാം. ഇതേ തോന്നൽ തന്നെയാണ് കുറേ കാലങ്ങളായിട്ട്, അല്ലെങ്കിൽ മുൻകാലം മുതലോ ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളോടൊക്കെ ഉള്ളത്. കാരണം ചെറിയ സംസ്ഥാനങ്ങളാണ്, കുറച്ച് ആളുകളേ ഉള്ളൂ, അല്ലെങ്കിൽ ഉള്ള സ്ഥലത്തിനനുസരിച്ച് കൂടുതൽ ആളുകളില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മതി എന്നുള്ളൊരു തോന്നൽ. ഈ തോന്നലിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. എന്താണ് അതിൻ്റെ ഒരു തുടർച്ച നമ്മളിവിടെയും കാണണം. പിന്നെ സവിശേഷമായിട്ടുള്ളത് ഈ ഭരണകൂടം, അതായത് 2014 മുതൽ അധികാരത്തിൽ വരികയും ഇപ്പോഴും തുടരുകയും ചെയ്യുന്ന ഭരണകൂടം പ്രതിപക്ഷം അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളോട് പൊതുവിൽ കാണിക്കുന്ന മനോഭാവം എന്ത് എന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഈ ബജറ്റിലുണ്ട്. അതിൽ തന്നെ കേരളത്തോട് സവിശേഷമായിട്ടുമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും ഈ കേന്ദ്ര സർക്കാരിൻ്റെ BJPയുടെ RSSൻ്റെ ഒരു പ്രോ ഹിന്ദുത്വ അല്ലെങ്കിൽ ഹാർഡ് ഹിന്ദുത്വ അജണ്ടകളോട് കൂടുതൽ റിയാക്ട് ചെയ്യുന്ന, ആ റിയാക്ഷൻ്റെ തന്നെ ഫോർ ഫ്രണ്ടിൽ പലപ്പോഴും നിൽക്കുന്ന ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്തെ മനുഷ്യർ എന്നുള്ള നിലയിൽ കേരളത്തോട് കാണിക്കുന്ന ഒരു വൈരമുണ്ട്. ആ പ്രശ്നവും അവിടെയുണ്ട്. ഇതവിടെ അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഒരു തുടർച്ച ഒരുപക്ഷെ തമിഴ്നാടിനോടും കൂടെ ഉണ്ടാവും. തമിഴ്നാടിനോട് തോന്നുന്ന കുറച്ച് കൂടുതലും ഉണ്ടാകും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മത്തെയൊക്കെ വിമർശിക്കുകയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ വിജയം ഇന്ത്യ സഖ്യം എന്നുള്ള നിലയിൽ DMKയുടെ നേതൃത്വത്തിൽ നേടുകയും ചെയ്തൊരു സംസ്ഥാനം എന്നുള്ള നിലയിൽ തമിഴ്നാടിനോട് കൂടുതലായിട്ടുണ്ടാവും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആന്ധ്ര ഒഴിച്ച് ബാക്കിയുള്ള സംസ്ഥാനങ്ങളോടൊക്കെ ഈ പറയുന്ന വികാരം അവർക്കുണ്ടാവും. അപ്പുറത്ത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണോ പ്രതിപക്ഷം ഭരിക്കുന്നത് ആ സംസ്ഥാനങ്ങൾ നമ്മുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ കേട്ടോ, ബജറ്റ് പ്രസംഗം നോക്കുകയാണെങ്കിൽ ബീഹാർ ഒഴിച്ച് വേറെ ഒരു സംസ്ഥാനത്തിൻ്റെയും പേര് ആ ബജറ്റ് പ്രസംഗത്തിൽ പരാമർശിക്കുന്നില്ല. ഒന്നാലോചിക്കുക, ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് ഭരണഘടനയിൽ എഴുതപ്പെട്ട അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു ഭരണകൂടത്തിന് അവിടെ ഇരിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധികൾക്ക് എത്രത്തോളം ഒരു അഹങ്കാരം ഉണ്ടാവണം ഒരു ബജറ്റിൽ ഒരു സംസ്ഥാനത്തിൻ്റെ പേര് മാത്രം പറഞ്ഞാൽ മതി എന്ന് തീരുമാനിക്കണമെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ബാക്കി എത്രയോ സംസ്ഥാനങ്ങളുണ്ട്. ഈ സംസ്ഥാനങ്ങളൊക്കെ ചേർന്നിട്ടാണ് അവിടെ ഇവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എന്നിട്ട് അവർ ഞങ്ങൾക്കൊരു സംസ്ഥാനത്തെക്കുറിച്ച് മാത്രമേ പറയേണ്ട കാര്യമുള്ളൂ, അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ പേര് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ എന്ന് തീരുമാനിക്കണമെങ്കിൽ എത്രത്തോളം ഒരു കേന്ദ്രീകൃത അധികാരം അവിടെ ഉണ്ടാവും. അത് 1-2 തവണ അല്ല 3-4 തവണയല്ല, 5 തവണ 6 തവണയുണ്ട്. വേറൊരു സംസ്ഥാനത്തിൻ്റെയും പേര് പറയണ്ട എന്നവർ തീരുമാനിക്കുന്നതെങ്കിൽ എത്രത്തോളം അഹങ്കാരം അവർക്കുണ്ടാവും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതാണ് സത്യത്തിൽ യഥാർത്ഥത്തിലുള്ളൊരു പ്രശ്നം. കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. കേരളത്തിൻ്റെ മാത്രം പ്രശ്നം എടുക്കുകയാണെങ്കിൽ നമുക്ക് മുൻകാലത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലത്തെ പത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ അവഗണന നമ്മൾ ഇനിയിപ്പോൾ ഈ അവഗണനയുടെ ചരിത്രം നമ്മൾ വിടുക. ഇപ്പം അനുവദിച്ച പദ്ധതികൾ തന്നെ കേരളത്തിൽ നിന്ന് പോയ ചരിത്രം നമുക്ക് കേരളത്തിൽ ഒരുപാടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന കേരള കോൺഗ്രസിൻ്റെ ഒരു നേതാവ് വൈദ്യുതി മന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരുന്നത് ഇതേപോലൊരു സംഗതിയുടെ പുറത്താണ്. കേരളത്തിൽ അനുവദിക്കപ്പെട്ട ഒരു റെയിൽ കോച്ച് ഫാക്ടറി പഞ്ചാബിലേക്ക് കൊണ്ടുപോയി എന്നുള്ള ആക്ഷേപം വരുന്നു.
അത് കേരളത്തിന് നേരത്തെ അനുവദിച്ചു, കേരളത്തിൽ തുടങ്ങിയില്ല. പിന്നെ ഒരു ബജറ്റിൽ അത് പഞ്ചാബിന് അനുവദിക്കുന്നു, പഞ്ചാബിൽ തുടങ്ങാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ആർ ബാലകൃഷ്ണപിള്ള പ്രസംഗിക്കുന്ന ഒരു സംഗതിയാണ്. എറണാകുളത്തെ രാജേന്ദ്ര മൈതാനത്തിലാണ് അന്ന് ആർ ബാലകൃഷ്ണപിള്ള പ്രസംഗിക്കുന്നത്. ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞത് കേരളത്തിനോടുള്ള അവഗണന മാറണമെങ്കിൽ നമ്മൾ പഞ്ചാബ് മോഡൽ സമരമൊക്കെ തുടങ്ങേണ്ടി വരും എന്ന് പറഞ്ഞു. അതോടെ അന്ന് പഞ്ചാബിൽ ഈ ഖാലിസ്ഥാൻ വാദമൊക്കെ ശക്തമായിരുന്നൊരു കാലത്താണ്. അപ്പോൾ ഉടനെ പഞ്ചാബ് മോഡൽ പ്രസംഗം ബാലകൃഷ്ണപിള്ള നടത്തി എന്ന് പറഞ്ഞിട്ട് അന്ന് കെ കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി, ജി കാർത്തികേയനായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. ജി കാർത്തികേയനാണ് പഞ്ചാബ് മോഡൽ പ്രസംഗം ബാലകൃഷ്ണപിള്ള നടത്തിയെന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. അതിനെ തുടർന്ന് ബാലകൃഷ്ണപിള്ളയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. അതവിടെ നിൽക്കട്ടെ. ഇതേ കോച്ച് ഫാക്ടറിയുടെ വിഷയത്തെ നമ്മൾ വീണ്ടും എടുക്കുക. പാലക്കാട് വീണ്ടും കോച്ച് ഫാക്ടറി അനുവദിച്ചു. ഏത് കാലത്ത്? UPA കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UPA രണ്ടാം UPA സർക്കാർ അധികാരത്തിലിരിക്കുന്ന കാലത്ത് പാലക്കാട് കോച്ച് ഫാക്ടറി അനുവദിച്ചു. 2012 അതായത് 2011 ഇവിടെ ഭരണമാറ്റം ഉണ്ടായി. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ UDF അധികാരത്തിൽ വന്നു. എന്നിട്ട് 2012 അന്നത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ദിനേശ് ത്രിവേദി എന്ന് പറയുന്ന റെയിൽവേ മന്ത്രി പാലക്കാട് കഞ്ചിക്കോട് വന്ന് ഈ കോച്ച് ഫാക്ടറിയുടെ ശിലാസ്ഥാപനമൊക്കെ നിർവഹിച്ച് ഇതാ കോച്ച് ഫാക്ടറി വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതിനുള്ള സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു. ഇപ്പോഴും ആ സ്ഥലം അവിടെ ഉണ്ട്. അന്ന് കേരളത്തിൻ്റെ പ്രതിനിധികളായിട്ട് കേന്ദ്രമന്ത്രിസഭയിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. AK ആന്റണി പ്രതിരോധ മന്ത്രിയായിട്ടുണ്ടായിരുന്നു. വയലാർ രവി പ്രവാസി കാര്യവും മറ്റേതോ വകുപ്പുകളുടെ മന്ത്രിയായിട്ട്, ക്യാബിനറ്റ് മന്ത്രിമാരായിട്ട്, ഇവർ രണ്ടുപേരും ക്യാബിനറ്റ് മന്ത്രിമാരായിട്ടുണ്ടായിരുന്നു. KV തോമസ് കൃഷി വകുപ്പിൻ്റെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയായിട്ടുണ്ടായിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ടായിരുന്നു, അഹമ്മദ് ഉണ്ടായിരുന്നു, KC വേണുഗോപാൽ ഉണ്ടായിരുന്നു, ശശി തരൂർ ഉണ്ടായിരുന്നു. 7 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. 2 ക്യാബിനറ്റ് മന്ത്രിമാർ, ഒരു സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി, ബാക്കി എത്രയാണോ അത്രയും 7 പേരിൽ 4 സഹമന്ത്രിമാരാണ്. ഇത്രയും കേന്ദ്രമന്ത്രിമാർ അവിടെ ഉണ്ടായിട്ടും 2012 തറക്കല്ലിട്ട കോച്ച് ഫാക്ടറി തുടങ്ങാൻ സാധിച്ചില്ല. 2014 ഇവിടെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നത്. അതുവരെ UPA സർക്കാരുണ്ടായിരുന്നു, ഈ മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ കോച്ച് ഫാക്ടറി തുടങ്ങാൻ നമുക്ക് സാധിച്ചില്ല. അപ്പോൾ ബജറ്റിലുള്ള അവഗണന മാത്രമല്ല, ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ പോലും നടപ്പാക്കുന്നതിലുള്ള അവഗണനയും കേരളം നേരിടുന്നുണ്ട്. പിന്നെ കേരളത്തിന് അനുവദിക്കുന്ന വിഹിതം സംബന്ധിച്ചുള്ള അവഗണനയും വേറെ നേരിടുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. കേരളം ഇപ്പോൾ ഇതിനോട് റിയാക്ട് ചെയ്യുമ്പോൾ ജോർജ് കുര്യൻ പറഞ്ഞു, നിങ്ങൾ പിന്നോക്കമല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടില്ല എന്ന്. അതായത് കേരളം കുറേ കൂടെ വിദ്യാഭ്യാസത്തിൽ മുന്നോക്കം പോയി, ആരോഗ്യരംഗത്തും മുന്നോക്കം പോയി. അതുകൊണ്ട് മാത്രം ഒരു സംസ്ഥാനം അവർക്ക് കിട്ടുന്ന വിഹിതം കൊണ്ട് അല്ലെങ്കിൽ തനത് വിഭവങ്ങൾ കൊണ്ട് കുറേ കൂടെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളതുകൊണ്ട് അവർക്ക് ഇനിയൊന്നും കൊടുക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നതെങ്കിൽ അവിടെ ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞ വാക്കുകളൊക്കെ പ്രസക്തമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, നമ്മുടെ മറ്റുള്ള ചെറിയ സംസ്ഥാനങ്ങളെ പോലെ കേരളവും ഒരു ചെറിയ സംസ്ഥാനമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോൾ GST കൂടി വന്നതോടുകൂടി കേന്ദ്ര സർക്കാരിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നികുതി വരുമാനത്തിൽ കേരളം കൊടുത്തുകൊണ്ടിരിക്കുന്നതിൽ നമ്മുടെ അവകാശമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അവകാശം ചോദിക്കുന്നതിനെയാണ് ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സുരേഷ് ഗോപി പറയുന്നു. പിന്നെ നമ്മൾ കുറേ മുന്നോട്ട് പോയെന്ന് നിങ്ങൾ പിന്നിലായിപ്പോയി എന്ന് പ്രഖ്യാപിക്കും, അപ്പോൾ നിങ്ങൾക്കും പൈസ തരാമെന്ന് മലയാളിയായ ജോർജ് കുര്യൻ തന്നെ പ്രഖ്യാപിക്കുന്നു. നമ്മുടെ പിന്നെ ഈ സാമൂഹിക ഉന്നമനത്തിൻ്റെയും നമ്മുടെ പുരോഗമനത്തിൻ്റെയും ഒക്കെ പിന്നെ അതിൻ്റെ ഗുണം അനുഭവിക്കുന്നവരാണ് ഈ ജോർജ് കുര്യൻ സാറിൻ്റെ കുടുംബമായാലും. അപ്പോൾ ഒരു മലയാളിക്ക് എങ്ങനെയാണ് ഇത് പറയാൻ സാധിക്കുന്നത്? നമ്മളിങ്ങനെ അല്ല, മലയാളി അങ്ങനെ പറഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കരുത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇത് ഒരു എന്താ പറയുക, പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് ഈ സംസാരങ്ങളൊക്കെ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ പറഞ്ഞാലും മലയാളികൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് നമുക്ക് തന്നെ അല്ലെങ്കിൽ അവർക്ക് തന്നെയും ബോധ്യമുണ്ട്. നമ്മളത് ആലോചിച്ച് നോക്കുക. 2020 തോന്നുന്നു, അതായത് കോവിഡ് ഇങ്ങനെ പീക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഈ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുറയുമ്പോൾ ഇന്ത്യയിൽ ഈ കസ്റ്റംസ് ഡ്യൂട്ടി കൂട്ടിയെടുത്തുകൊണ്ട് കസ്റ്റംസിൻ്റെ സെസ് കൂട്ടി വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇങ്ങനെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഇങ്ങനെ ഉയർത്തി നിർത്തിയിരുന്ന ഒരു കാലമുണ്ട്. ഈ സെസ് കൂട്ടുമ്പോഴൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് മാത്രമേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ, ഒരു സംസ്ഥാനങ്ങൾക്കും അതിൻ്റെ ഗുണം. ഇതാണ് പണി നടന്നുകൊണ്ടിരുന്നത്. ഈ സമയത്താണ് കേരളത്തിൽ ഇതുപോലെ ഒരു തവണ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെ വില കുറഞ്ഞു. അസംസ്കൃത എണ്ണയുടെ വിലയാണ് കുറയുന്നത് കേട്ടോ. അസംസ്കൃത എണ്ണയുടെ വില കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഗുണം കേന്ദ്ര ഖജനാവിലേക്ക് കൊണ്ടുപോകാൻ അതിൽ വീണ്ടും സെസ് കൂട്ടി. അതായത് എത്രയാണോ കുറയുന്നത് അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ നാട്ടുകാർക്ക് കുറച്ച് വില കുറയുകയാണെങ്കിൽ ആ വിലക്കുറവ് കേന്ദ്ര ഖജനാവിലേക്ക് കൊണ്ടുപോകാൻ പാകത്തിലാണ് വിലക്കൂട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയോ മറ്റോ ആയിരുന്ന V. മുരളീധരൻ എന്ന് പറയുന്ന മനുഷ്യൻ കേരളത്തിലെ മീഡിയ വഴി ജനങ്ങളോട് പറഞ്ഞത് പെട്രോളിൻ്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ കുറഞ്ഞു,
അതിൻ്റെ ഒരു വിഹിതം കേരളത്തിൽ ഇവിടെ കൂട്ടി, പക്ഷേ വിലയിൽ മാറ്റം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചു. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് കാലം ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു, വേണ്ടത്ര വരുമാനം ആളുകൾക്കില്ല, ചെറുകിടോ ഇടത്തരോ അല്ലെങ്കിൽ വലുതോ ആയിട്ടുള്ള വ്യവസായങ്ങളൊക്കെ പ്രതിസന്ധിയിലാണ്, അതുകൊണ്ട് തൊഴിലാളികൾ ബുദ്ധിമുട്ടാണ്, നാട്ടുകാർ ബുദ്ധിമുട്ടാണ്. ഈ ഘട്ടത്തിലാണ് ഈ പറയുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂട്ടിക്കൊണ്ട് കേന്ദ്ര ഖജനാവിലേക്ക് പണം സമാഹരിച്ച് അതിനെയാണ് അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ശതമാനം ഇവിടെ കൂട്ടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല, നിങ്ങൾക്ക് വിലയിൽ മാറ്റം വന്നിട്ടില്ലല്ലോ എന്നൊരു കേന്ദ്രമന്ത്രി ഇവിടെ നിന്ന് ചോദിച്ചത്. ആ കേന്ദ്രമന്ത്രിക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായോ? തുടർന്നുള്ള കാലം അദ്ദേഹം ഭംഗിയായിട്ട് കേന്ദ്രമന്ത്രിസഭയിലിരുന്നു. തുടർന്നും കേരളത്തെ വിമർശിക്കാവുന്ന ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം വിമർശിച്ചു. അതിനുശേഷം അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ മത്സരിച്ചപ്പോൾ ഒരു വലിയ മത്സരം എന്നുള്ള മട്ടിലേക്ക് അവിടെ മാറി. അദ്ദേഹം ഏതാണ്ട് 2ാം സ്ഥാനത്തോട് അടുത്ത 3ാം സ്ഥാനത്ത് അദ്ദേഹം എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊന്നും ഓർക്കാതെ പെരുമാറുന്ന ഒരു മനസ്സ് മലയാളിക്കുണ്ട് എന്ന് നല്ല ബോധ്യം ഇവർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവരിത് പറയുന്നത്. ഇതൊക്കെ നാളെ ഒരു പ്രശ്നമാവില്ല, ഞങ്ങൾക്കൊന്നും ഒരു തടസ്സം ഉണ്ടാവില്ല, ഇതൊക്കെ ഒരു തമാശ മട്ടിലെടുത്തോളും എന്നുള്ളൊരു തോന്നൽ, ഇതൊരു പൊളിറ്റിക്കൽ വെൻഡറ്റയുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടൊന്നും മലയാളി പെരുമാറില്ല എന്നുള്ളൊരു തോന്നൽ ഇവർക്കുണ്ട്. അല്ലെങ്കിൽ ഇതിനൊക്കെ വളരെ സില്ലിയായിട്ട് എടുക്കുന്നവരാണ് മലയാളികൾ എന്നുള്ളൊരു തോന്നൽ ഇവർക്കുണ്ട്. അതിൻ്റെ പുറത്തിരുന്നുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ പറഞ്ഞതിലൊന്നും വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. പിന്നെ സാലിം നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം, കേരളം ചെറിയ സംസ്ഥാനമാണ്, കുറഞ്ഞ ജനസംഖ്യയുള്ളൂ, കുറച്ച് MP-മാരെ അങ്ങോട്ടയക്കുന്നുള്ളൂ, ഇതൊക്കെ ഫാക്ട്സാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ കൂടി കൊടുക്കുന്ന GST, കേരളത്തിലെ ജനങ്ങൾ കൂടി കൊടുക്കുന്ന ആദായ നികുതി, അതുപോലെ കേരളത്തിലെ ജനങ്ങൾ കൂടി വാങ്ങുന്ന റെയിൽവേ ടിക്കറ്റ്, ഇതിൻ്റെ ഒക്കെ വരുമാനം അങ്ങോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ വിഹിതമാണ്, അതിൻ്റെ ആനുപാതികമോ അർഹിച്ചതോ ആയിട്ടുള്ള വിഹിതമാണ് കേരളം ചോദിക്കുന്നത്. ആ വിഹിതമാണ് തരാൻ പറ്റില്ല എന്ന് ഓരോ ബജറ്റിലൂടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സർക്കാർ, ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള റിയാക്ഷൻ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും കേരളത്തിന് ആനുപാതികമായിട്ടുള്ളൊരു വിഹിതം നൽകിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. 2014 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ബജറ്റിലും അങ്ങനെ തന്നെയാണ്. പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് കേരളത്തിന് അനുവദിച്ചതായിട്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ പറയാൻ പറ്റില്ല. ഒരു പ്രൊജക്റ്റും അനുവദിച്ചായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് സവിശേഷമായിട്ട് എന്തെങ്കിലും ഒരു ഫണ്ട് അനുവദിച്ചായിട്ട് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒന്നുമില്ല. അപ്പോൾ ഒരു തരത്തിലും പരിഗണിക്കില്ല എന്നുള്ള രാഷ്ട്രീയ തീരുമാനമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ന്യായീകരിക്കുകയും അതിനൊരു ന്യായം ചമയ്ക്കുകയാണ്. ഇതാ നിങ്ങൾ കുറേ മുമ്പോട്ട് പോയി, അതുകൊണ്ട് നിങ്ങൾ പിന്നോക്കമാണെന്ന് പറയൂ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പണം തരാം എന്ന് വെച്ചാൽ, അത് പറയുമ്പോൾ പോലും ജോർജ് കുര്യൻ കുറച്ചുകൂടെ സെൻസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജോർജ് കുര്യൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞാൽ കമ്മീഷൻ അത് പരിശോധിച്ച് വസ്തുതയാണെങ്കിൽ നിങ്ങൾക്ക് പണം തരും എന്നാണ് പറഞ്ഞത്. ശരിയാണ്, കാരണം ഫിനാൻസ് കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ഫിനാൻസ് കമ്മീഷൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇത് തന്നെയാണ്. വിദ്യാഭ്യാസപരമായി എത്ര മുന്നോക്കം നിൽക്കുന്നു, മറ്റ് മനുഷ്യ വിഭവശേഷികളുടെ ഗണനയിൽ എത്ര മുന്നോട്ട് നിൽക്കുന്നു, ആരോഗ്യരംഗത്ത് എത്ര മുന്നോക്കം നിൽക്കുന്നു എന്ന് പരിഗണിച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ജനസംഖ്യ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ കണക്കാക്കിയിട്ടാണ് ഫിനാൻസ് കമ്മീഷൻ ഓരോ സംസ്ഥാനങ്ങൾക്കും കൊടുക്കേണ്ട വിഹിതം തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിക്കുന്നത് ശരിയല്ല എന്നാണ് കേരളം കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിയും പറയേണ്ടി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇത് ഒറ്റക്കെട്ടായിട്ട് പറയാൻ, അല്ലെങ്കിൽ നമ്മളെ അവഹേളിക്കുന്ന വിധത്തിൽ സംസാരിക്കുന്ന ആളുകളോട് തിരഞ്ഞെടുപ്പിലൂടെ മറുപടി പറയാൻ കേരളം തയ്യാറാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യനുണ്ട്. ആ ക്വസ്റ്റ്യനുള്ള മറുപടിയാണ് നമ്മൾ പരിശോധിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒറ്റക്കെട്ടായി ഇത് പറയുന്നില്ല. ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ അവർ ഒറ്റക്കെട്ടായിട്ട് അത് പറയും, അവിടെ DMK എന്നോ ADMK എന്നുള്ള വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ആവുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഈ ജോർജ് കുര്യൻ പറഞ്ഞതിൻ്റെ ആ മെറിറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബജറ്റിൻ്റെ തൊട്ട് തലേ ദിവസമാണ് നമ്മുടെ എക്കണോമിക് അനാലിസിസ് വരുന്നതും അതിൽ എല്ലാ ഇൻഡെക്സുകളിലും കേരളം മുന്നിലാണ്. അപ്പോൾ ബജറ്റിന് കേന്ദ്ര ബജറ്റാകുമ്പോൾ അതിനൊരു ദേശീയ താല്പര്യം ഉണ്ടാവും. അപ്പോൾ രാജ്യത്ത് പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് വകയിരുത്തേണ്ടി വരും. അപ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിന്, ഇപ്പോൾ ഉദാഹരണമായി ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ബജറ്റിലൊരു പരാമർശമാണ്. ഗ്രാമീണ മേഖലയിൽ കേരളത്തിൽ അതിന് ആവശ്യമില്ല. കാരണം നമ്മുടെ പ്രൈമറി സ്കൂളുകളിൽ വരെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇന്ന് ലഭ്യമാണ്. സ്വാഭാവികം അതിന് കേരളത്തിന് ഫണ്ട് ആവശ്യം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള പദ്ധതികൾ വരുമ്പോൾ അതിന് പകരമായി കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പകരം ഫണ്ട് അനുവദിച്ചുകൊണ്ടൊക്കെ ഇത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള പദ്ധതികൾ, ഇങ്ങനെയൊന്നും എന്തുകൊണ്ടാണ് വരാത്തത്?
അല്ല, അതിനെക്കുറിച്ച് ആലോചിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കാൻ ത്രാണിയുള്ള ആളുകൾ മുകളിൽ വേണം. അതായത് ഓരോ സ്റ്റേറ്റിൻ്റെയും ഒരു ഇൻഡെക്സ് എന്താണ്, അവരുടെ ഒരു ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്താണ്, അവർ ഏത് ലെവലിലാണ് എത്തി നിൽക്കുന്നത്, അവർക്കിനി ഫർദറായിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് ആലോചിക്കാൻ പാകത്തിനുള്ള എന്താ പറയുക ചിന്താശേഷിയും ഭാവനാശേഷിയുള്ളൊരു ലീഡർഷിപ്പ് വേണം. അങ്ങനെ ഒരു ലീഡർഷിപ്പ് അല്ലല്ലോ നമ്മുടെ മുകളിലിരിക്കുന്നതെന്ന് നമുക്ക് എത്രയോ കാലമായിട്ട് അറിയാം. കഴിഞ്ഞ 10 വർഷമായിട്ട് നമുക്കറിയാം അവരെന്തിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക പൗരാണിക കാലത്ത് നമുക്കുള്ള മേന്മയെക്കുറിച്ചാണ് അവരിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലെവലിലാണ് അവരുടെ ചിന്താപദ്ധതിയുള്ളത്. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമായിരിക്കും. പ്രത്യേകിച്ച് കുറെ കൂടെ മുൻപോട്ട് നോക്കുന്ന ഒരു സൊസൈറ്റിയെ അവർക്ക് കൂടുതൽ മുമ്പോട്ട് നോക്കാൻ പാകത്തിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരിക്കും. അവർക്ക് ആ പ്രശ്നം അവിടെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു പിന്തിരിപ്പൻ ഫിലോസഫിയുടെ കൂടെ ഭാഗമാണ് ഈ പ്രോജക്റ്റ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നം അവിടെയുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് കേരളത്തിൽ ഇപ്പോൾ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അത് കൊടുക്കുമ്പോൾ കേരളത്തിന് വേറൊരു സംഗതിയാണ് വേണ്ടത് എന്ന് ആലോചിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം അവരെ സംബന്ധിച്ച് അവർ കാണുന്ന സൊസൈറ്റി വേറെയാണ്, അവരുദ്ദേശിക്കുന്ന വികസനം വേറെയാണ്, അവരുടെ രാഷ്ട്രലക്ഷ്യം വേറെയാണ്, അവർ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രം വേറെയാണ്. അപ്പോൾ അതിന് യോജിക്കാത്ത ഒരു സംഗതിയുള്ളൊരു സ്ഥലത്തോട് അവർക്ക് വിയോജിപ്പുണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അവർക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ കേരളത്തിലിപ്പോൾ ആരോഗ്യ മേഖല എടുത്തു കഴിഞ്ഞാൽ ആരോഗ്യ മേഖലയിലും ഇപ്പോൾ റൂറൽ ഏരിയയിലെ എല്ലാ പൊതു ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കൊടുക്കും എന്ന് ഈ ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒരുപക്ഷെ അത് നേരത്തെ വന്നിട്ടുണ്ടാവും. ഒരുപക്ഷെ എന്നുള്ളതല്ല, മിക്കവാറും എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി നേരത്തെ വന്നിട്ടുണ്ടാവും. അപ്പോൾ കേരളത്തിന് വേണ്ടത് വേറെ ചില കാര്യങ്ങളാണ് എന്ന് ചിന്തിക്കണമല്ലോ. അങ്ങനെയാണല്ലോ ചിന്തിക്കണം. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ല. എയിംസ് ഒന്നും അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അതും വിടുക. നമ്മൾ ഈ പറയുന്ന സംഗതികൾ ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളോ ഒന്നും ആലോചിക്കേണ്ട. നടപ്പാക്കുമെന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ആനുപാതികം കേന്ദ്രം കൊടുക്കേണ്ട പണം കൃത്യമായി കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. കേന്ദ്രത്തിൻ്റെ വിഹിതമായിട്ട് അനുവദിക്കുന്ന പണം ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് കൊടുക്കണ്ടേ? അത് കൊടുക്കാതിരിക്കുന്നതിൻ്റെ കണക്കുകൾ എത്രത്തോളം ഉണ്ട്? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ബജറ്റിൻ്റെ ഡിസ്കഷൻ നടത്തിയപ്പോൾ അതിൽ ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കൊടുക്കേണ്ട പണത്തിൻ്റെ കേന്ദ്ര വിഹിതത്തെക്കുറിച്ച് എക്സ്പേർട്സ് പറയുണ്ടായി. അതിന് കുടിശ്ശികയായിട്ട് നിൽക്കുന്ന 3500 കോടിയും 4000 കോടിയൊക്കെയാണ്. ഇതുപോലെ ആനുപാതികമായിട്ട് ഓരോ സംഗതികളിലും കേന്ദ്രത്തിൻ്റെ പണം കിട്ടാത്തതിൻ്റെ കണക്ക് ഓരോ സംസ്ഥാനങ്ങളുടെ പക്കലുണ്ട്, കേരളത്തിൻ്റെ പക്കലുണ്ട്. അതെങ്കിലും കൊടുക്കാമല്ലോ. അതുപോലും കൊടുക്കാതിരിക്കെ ഈ കേരളത്തിൻ്റെ ആവശ്യം ഇന്നതായിരിക്കും, അല്ലെങ്കിൽ കേരളം ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് അവരുടെ അടുത്ത ആവശ്യം ഇന്നതായിരിക്കും എന്നൊന്നും ആലോചിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. അവരുടെ ആലോചനകളിൽ അതൊന്നും ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ അതെങ്കിലും പരിഗണിക്കണമല്ലോ. ഇതൊന്നും ആലോചിക്കുന്നില്ല എന്ന് വയ്ക്കുക. നമ്മൾ അങ്ങോട്ട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു, അത് മുഴുവൻ പരിഗണിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. എന്നാൽ അതിലേതെങ്കിലും 1-2 കാര്യങ്ങളെങ്കിലും പരിഗണിക്കുക എന്ന് പറയുന്ന ഒരു സാധാരണ ജനാധിപത്യ ബോധമുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രീതി ഉണ്ടല്ലോ, അതുപോലും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ കൂടുതലൊന്നും നമ്മൾ ആലോചിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് സുരേഷ് ഗോപി നടത്തിയ ഒരു പരാമർശമാണ്. സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ ഒരു BJPയിൽ നിന്നുള്ളൊരു MP ആണ്. സ്വാഭാവികമായും അതുമാത്രമല്ല, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അദ്ദേഹം പാർലമെൻറ്റിൽ ബജറ്റ് വരാനുണ്ടല്ലോ അപ്പോൾ കാണാം എന്നുള്ള രൂപത്തിലൊക്കെ പിന്നെ സംസാരിക്കുകയുണ്ടായിരുന്നു. അദ്ദേഹം ഈ ബജറ്റോട് കൂടി ലഭ്യനായ രൂപത്തിലാണ് ഏകദേശം ഇപ്പോൾ ഉള്ളത് എന്ന് തന്നെ പറയാം. അദ്ദേഹം പറഞ്ഞത് ഒരു പട്ടികജാതി വകുപ്പിനെ എപ്പോഴും പട്ടികജാതിയിൽ നിന്നുള്ള ഒരാൾ തന്നെയാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഉന്നത കുലജാതനായ ഒരാളത് നിയന്ത്രിക്കാൻ വരണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അദ്ദേഹം മുമ്പും താൻ വരും ജന്മത്തിലൊരു ബ്രാഹ്മണനായി ജനിക്കാൻ താല്പര്യപ്പെടുന്നു എന്നൊക്കെ. ബ്രാഹ്മണനല്ല, തന്ത്രി കുടുംബത്തിൽ ബ്രാഹ്മണനായിട്ട് അത് നമ്മൾ പ്രത്യേകം പറയാം. അതെ അതെ. ഇങ്ങനെയുള്ളൊരു ഉന്നത കുലജാത മനസ്സുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്? 2 പ്രതികരണങ്ങൾ ഈ കേന്ദ്രമന്ത്രിയുടേതായിട്ട് വന്നു. ഒന്ന് ഈ ബജറ്റ് സംബന്ധിച്ചാണ്. അത് കേരളം ഇങ്ങനെ അതും ഇതും ചോദിച്ചു നടക്കുകയല്ല വേണ്ടത്, അനുവദിച്ചത് ഉപയോഗിക്കുകയാണ് വേണ്ടത് എന്നുള്ളത്. അതായത് എന്താണോ മേലാവിൽ നിന്ന് അനുവദിക്കുന്നത് അത് ഉപയോഗിക്കുക എന്നുള്ള കാര്യം മാത്രമേ കേരളം ചെയ്യേണ്ടതുള്ളൂ. അത്രയും അന്തസ്സ് മാത്രമേ കേരളത്തിനുള്ളൂ എന്നാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. നിങ്ങളിങ്ങനെ ചോദിച്ചൊന്നും നടക്കേണ്ടതില്ല, അവിടെ നിന്ന് എന്താണോ തരുന്നത് അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അത് മേടിച്ച് സംതൃപ്തി അടയുക എന്നുള്ള കാര്യം, അതിന് വേണ്ടിയിട്ടല്ല കേരളം ഉള്ളത്.
അങ്ങനെ കിട്ടിയത് കൊണ്ടല്ല കേരളം ഈ കാണായ കാര്യങ്ങളൊക്കെ നേടിയത് എന്ന് സാമാന്യം പോലെ മനസ്സിലാക്കി കൊടുക്കാൻ, അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ബാധ്യത കേരളത്തിനുണ്ട്. അത് കേരളം ചെയ്യുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനൊരു പക്ഷേ ഒരു 5 കൊല്ലം കാത്തിരിക്കേണ്ടി വരുമായിരിക്കും ചിലപ്പോൾ. അത് ചെയ്യുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ പോലും എനിക്കൊരു സംശയമുണ്ട്. അതാണ് ഈ രണ്ടാമത്തെ പ്രസ്താവനയുടെ ഒരു പ്രശ്നം. കാരണം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഏതാണ്ട് 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ നിന്ന് ജയിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹം പറയുന്നത് എനിക്കൊരു തന്ത്രി കുടുംബത്തിൽ ജനിക്കണം ബ്രാഹ്മണനായിട്ട് എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ആഗ്രഹം എന്ന് അദ്ദേഹം വളരെ ഉത്കടമായിട്ട് പറയുന്നത്. അത് കേട്ടതിന് ശേഷമാണ് നമ്മൾ 75,000 വോട്ട് കൊടുത്തിട്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോഴും അത്തരം സവർണ സങ്കല്പങ്ങളിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വരേണ്യതയിലും ഒക്കെ അഭിരമിക്കുന്ന മനുഷ്യരായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. അതിൻ്റെ തുടർച്ചയിലാണ് ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോൾ ഇത് പറയുന്നത്. അതായത് ഈ ട്രൈബൽ വകുപ്പ് ഉന്നത കുലജാതനായിട്ടുള്ള, അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾക്കൊക്കെ വളരെ സവിശേഷമാണ്. ഉന്നത കുലജാതനായിട്ടുള്ള ഒരാൾക്കാണ് കൊടുക്കേണ്ടത്. അദ്ദേഹം 2-3 കാര്യം കൂടെ പറയുന്നുണ്ട്. നായിഡു അല്ലെങ്കിൽ ശർമ്മ എന്നൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് ചില വാക്കുകൾ. ഇത്തരം ജാതി ശ്രേണിയിൽ ഉയർന്നു നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കണം, എന്നാൽ മാത്രമേ ഇതിലെന്തെങ്കിലും പുരോഗതി ഉണ്ടാവുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ വ്യംഗ്യം. ബാക്കി ഇത്തരം ആളുകളൊന്നും ഭരിച്ചു കഴിഞ്ഞ് ഇതൊന്നും മുന്നോട്ട് പോകില്ല എന്നാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. അതിലും എനിക്ക് അത്ഭുതമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ സ്വയംസേവക് സംഘിൻ്റെ പ്രത്യയശാസ്ത്രം തന്നെ അതാണ്. സവർണർ അധികാരത്തിലിരിക്കുകയും അവരുടെ ഇംഗിതത്തിനനുസരിച്ച് ഭരിക്കുകയും അങ്ങനെ രാജ്യം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഫിലോസഫി. അതിൻ്റെ തുടർച്ചയിലാണ് ഈ പറയുന്ന ബാക്കി പരിവാർ സംഘടനകളും BJP എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനവും അവരുടെ ഭരണവും ആ ഭരണകൂടത്തിലെ ആളുകളും അതിൻ്റെ ചിന്താപദ്ധതിയും എന്താ പറയുക അതിൻ്റെ ഗവൺമെൻറ് പ്രോഗ്രാമും ഒക്കെ ഉണ്ടാകുന്ന ആ ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരാൾക്ക് അങ്ങനെ അതിനെ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയാണ് ശരി എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അതാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹം തുറന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ബാക്കി BJP നേതാക്കൾ അദ്ദേഹം അത് തുറന്ന് പറയുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് ഒറ്റ കാര്യത്തിലേ സംശയമുള്ളൂ. ഈ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന നരേന്ദ്രമോദി, അദ്ദേഹം ഒരു പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് വന്നൊരു ആളാണ്. അവിടെ കൂടെ സവർണറായിട്ടുള്ള ഒരാൾ ഇരിക്കുകയായിരുന്നെങ്കിൽ കുറെ കൂടെ ഭംഗിയായിട്ടുള്ള ഒരു രാജ്യഭരണമായിരുന്നു സംഭവിക്കുക എന്ന് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി പറയാതിരുന്നത് എന്നുള്ളതേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക. ട്രൈബൽ വകുപ്പിൽ നോൺ ട്രൈബലായിട്ട് ഉന്നത കുലജാതനായിട്ടുള്ള ഒരാൾ ഇരിക്കുകയാണെങ്കിൽ ആ വകുപ്പ് വളരെ ഗംഭീരമായിട്ട് നടക്കും എന്നാണല്ലോ സുരേഷ് ഗോപി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഉന്നത കുലജാതനായിട്ടുള്ള ഒരാൾ ഇരിക്കുകയാണെങ്കിൽ ഈ വകുപ്പുകളെല്ലാം നിയന്ത്രിക്കുന്നത് പ്രധാനമന്ത്രിയാണല്ലോ. ഇപ്പോഴത്തെ ഒരവസ്ഥയിലാണെങ്കിൽ സർവ്വതും തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അവിടെ ഉന്നത കുലജാതനായിട്ടുള്ള ഒരാൾ ഇരിക്കുകയായിരുന്നെങ്കിൽ എന്താ പറയുക അതിഗംഭീരമായിട്ടുള്ളൊരു ഭരണമായിരിക്കുമല്ലോ രാജ്യത്ത് നടക്കുക. എന്തുകൊണ്ടായിരിക്കും സുരേഷ് ഗോപി അത് പറയാതിരുന്നത് എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. അതുകൂടെ അദ്ദേഹം പറയായിരുന്നെങ്കിൽ വളരെ ഗംഭീരമായിരുന്നേനെ. 2 കാര്യത്തിൽ തീരുമാനമായേനെ. ഒന്ന്, അദ്ദേഹത്തിൻ്റെ കേന്ദ്രമന്ത്രി പദത്തിൽ തീരുമാനമായേനെ. അടുത്ത ടേമിൽ മറ്റേ തൃശ്ശൂരിലെ MP സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായേനെ. ഇത് രണ്ടും കൂടെ ഒരു തീരുമാനമായേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൂടെ അദ്ദേഹം പറയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും കേന്ദ്ര ബജറ്റ് അത് കേരളത്തോടുള്ള അവഗണനയുടെ എല്ലാ വർഷവും നമ്മൾ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു അവഗണനയുടെ ഒരു എപ്പിസോഡ് മാത്രമായി അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ വയനാടിന് വേണ്ടി പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു, വിഴിഞ്ഞത്തിന് വേണ്ടി പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു, വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു. ഒന്നും ഉണ്ടായില്ല. നമ്മുടെ പേര് പോലും പറഞ്ഞില്ല. ഇത് കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് എന്നാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. ഈ ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.